പ്ലസ് എന്ന വിദ്യാഭ്യാസ ചാനലിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മൈസൂർ പാലസിന് ശേഷം നമ്മൾ സന്ദർശിക്കാനെത്തുന്നത് മൈസൂരിലെ മൃഗശാലയിലേക്കാണ്. ധാരാളം മൃഗങ്ങളും പക്ഷികളും മറ്റു ജീവികളും ഉള്ള ഒരു മൃഗശാലയാണ് മൈസൂരിലേത്. നമുക്ക് പോയി നോക്കാം എന്തൊക്കെയാണ് ഇവിടെ കാണാനുള്ളത് എന്ന്. ഈ ഒരു അണ്ടർഗ്രൗണ്ടും കടന്ന് നമ്മളെത്തുന്നത് നേരെ മൃഗശാലയുടെ കവാടത്തിങ്കിലേക്കാണ്. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് നമുക്ക് ഉള്ളിലേക്ക് കയറാം. മൃഗങ്ങളെയും പക്ഷികളെയും മറ്റു ജീവികളെയും ആവോളം കണ്ണു നിറയെ കാണാം. ഇതാ നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുകയായി. ഇവിടെ ഇതാ നമ്മെ ആദ്യമായി സ്വാഗതം ചെയ്യുന്നത് ചില പക്ഷികളാണ്. അവയുടെ കളകൂജനങ്ങൾ കൊണ്ട് അന്തരീക്ഷം മുഖരിതമാണ്. ഇവിടെ ആദ്യത്തെ കൂട്ടിൽ തന്നെയുള്ളത് ബംഗാളി ഫിഞ്ച്, അതായത് ബംഗാൾ കുരുവികളാണ്. ചെറിയ കുരുവികളായതുകൊണ്ടാണ് ഇവിടെ കാണുന്നില്ല. അടുത്ത ഒരു കൂട് നോക്കുക, അടുത്തൊരു കൂട്ടിൽ മൂങ്ങകളാണ്. ഇവിടെ താഴെ നോക്കുക, നിലത്ത് ഒരു മൂങ്ങയെ കാണാം. അതുപോലെ മരത്തിലും ഒരു മൂങ്ങയിരിപ്പുണ്ട്. പക്ഷികളെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ഇതാ ഇവിടെ ഓരോ കൂടിന് മുന്നിലും എഴുതി വച്ചിട്ടുണ്ട്. പ്രത്യേക രീതിയിലാണ് എഴുതി വച്ചിരിക്കുന്നത്. നോക്കുക, മൂങ്ങകൾ നമുക്കറിയാം രാത്രിയിലാണ് അവ സഞ്ചരിക്കുക, രാത്രിയിലാണ് അവർക്ക് കണ്ണ് കാണുക. പക്ഷേ കൂട്ടിലടക്കപ്പെട്ടത് കൊണ്ട് ഇവിടെ രാത്രിയും പകലുമൊന്നും ഇല്ല, എപ്പോഴും ഇതിനുള്ളിൽ തന്നെ ആണ്. 3 തരം മൂങ്ങകളെ പറ്റി ഇവിടെ കൊടുത്തിരിക്കുന്നു. നോക്കുക, അടുത്ത കൂട്ടിൽ മറ്റൊരു തരം പക്ഷികളാണ് ബഡ്ജറിക്കാർ. തത്തവർഗത്തിൽപ്പെട്ട കൊക്കാറ്റ് പക്ഷികളെയും കൊനിയൂർ പക്ഷികളെയുമാണ് ഇവിടെ കാണുന്നത് ഈ കൂട്ടിൽ. അടുത്ത ഈ കൂട്ടിൽ നമ്മൾ കാണുന്നത് ഒരു വെള്ള നിറമുള്ള മയിലാണ്. നോക്കുക, വളരെ ഭംഗിയുള്ള ഒരു മയിൽ തന്നെയാണിത്. ഇൻസെറ്റിൽ സ്റ്റിൽ ഫോട്ടോസും കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ആ കൂട്ടിൽ തന്നെ മറ്റു ചില പക്ഷികളെയും കാണാം. അടുത്തായി നമ്മളെത്തുന്നത് സാറസ് ക്രെയിൻ എന്ന കൊക്കിൻ്റെ അടുത്താണ്. നോക്കുക, വലിയ ഒരു കൊക്കാണിത്, വിദേശിയാണ്. ഇതിൻ്റെ കുറച്ചുകൂടി വ്യക്തമായൊരു ചിത്രം ഇതാ ഇൻസൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. നോക്കുക, കൊറ്റിവർഗത്തിൽപ്പെട്ട മറ്റൊരു കൊക്കാണ് അടുത്തത്. നോക്കുക, മറാബോ സ്റ്റോക്ക്. ഇതിൻ്റെയും ഒരു കൂടുതൽ വ്യക്തമായ ചിത്രം ഇതാ ഇൻസെറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പരുന്തുവർഗത്തിൽപ്പെട്ട ഒരു പക്ഷിയെ കാണാം. അടുത്തായി വിവിധ നിറങ്ങളിലുള്ള ഫെസൻസ് ആണ്. നോക്കുക, പച്ച, ചുവപ്പ്, മഞ്ഞ, സ്വർണ്ണവർണ്ണം എന്നിങ്ങനെ വിവിധ നിറങ്ങളിലുള്ള ഫെസൻസിനെ ഇവിടെ കൂട്ടിൽ കാണാം. ആകൃതി, പ്രകൃതം, വർണ്ണം എന്നിവ കൊണ്ട് അനുഗ്രഹീതമാണ്, ആകർഷണീയമാണ് ഫെസൻസ് പക്ഷികൾ. വിവിധ വർണ്ണങ്ങളിലും വിവിധ രൂപങ്ങളിലുമുള്ള ഫെസൻസ് പക്ഷികളെ കാണുക. ഫാസിയാനിയുടെ കുടുംബത്തിലെ ഫാസിയാനിനെ ഉപകുടുംബത്തിൽപ്പെട്ടതാണ് ഫെസൻസ് പക്ഷികൾ. ഏഷ്യയിലാണ് ഇവയുടെ ജന്മദേശം. അവിടെ ഇത് വ്യാപകമായി കാണപ്പെടുന്നു. കൂടാതെ കാക്കസസ് പർവ്വതനിരകളുടെ വടക്കൻ താഴ്വരകളിലും യൂറോപ്പിൻ്റെ അങ്ങേയറ്റത്തെ തെക്കുകിഴക്കൻ ഭാഗങ്ങളിലും ഇത് വ്യാപകമായി കാണപ്പെടുന്നു. ഇതിൻ്റെ ശ്രേണിയിലെ ചില ഭാഗങ്ങളിൽ, പ്രധാനമായും ബന്ധുക്കളാരും കാണാത്ത സ്ഥലങ്ങളിൽ ഇത് സ്വാഭാവികമായി കാണപ്പെടുന്ന സ്ഥലങ്ങളുമുണ്ട്. തത്തവർഗത്തിൽപ്പെടുന്ന കൊനിയൂർ പക്ഷികളിലേക്കാണ് അടുത്തതായി നമ്മൾ എത്തുന്നത്. കൊക്കാറ്റു, കൊനിയൂർ വർഗങ്ങളിൽപ്പെട്ട പക്ഷികളുടെ ഒരു സമാഹാരം തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. അവിടെ ഈ കൂട്ടിൽ പറന്ന് ഉല്ലസിക്കുകയാണവ. അവയുടെ ശബ്ദം കൊണ്ട് മുഖരിതമാണ് അന്തരീക്ഷം. ഇതാ ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ സംസ്ഥാന പക്ഷിയായ വേഴാമ്പലിനെയാണ്.
ഇവിടെ ഈ കാണുന്നത് സൺ കൊന്നൂർ പക്ഷികളാണ്. അടുത്തതായി വരുന്നത് മക്കാവ് പക്ഷികളാണ്. തത്തവർഗത്തിലെ ഏറ്റവും വലിയ പക്ഷികളാണ് മക്കാവുകൾ. വളരെ ആകർഷണീയവുമാണ്, അതുപോലെ തന്നെ നല്ല വിലപിടിപ്പുള്ള പക്ഷികളുമാണ് മക്കാവുകൾ. പെസൻ പക്ഷികളെപ്പോലെ തന്നെ വളരെയധികം വർണ്ണത്തിലും വൈവിധ്യത്തിലുമുള്ള മക്കാവ് പക്ഷികൾ ഇവിടെയുണ്ട്. അമേരിക്കയിലെ ഈർപ്പമുള്ള നിത്യഹരിത വനങ്ങളിൽ കാണപ്പെടുന്ന ഒരു വലിയ മഞ്ഞ, പച്ച, ചുവപ്പ്, നീല നിറങ്ങൾ ഇടകലർന്ന നിയോട്രോപ്പിക്കൽ തത്തയാണ് മക്കാവു. തെക്ക് കിഴക്കൻ മെക്സിക്കോ മുതൽ പെറു, ഇക്വഡോർ, കൊളംബിയ, ബൊളീവിയ, വെനിസ്വേല, ഹോണ്ടറാസ്, ബ്രസീൽ എന്നിവിടങ്ങളിൽ 500 മീറ്റർ മുതൽ 1000 മീറ്റർ വരെ താഴ്ന്ന പ്രദേശങ്ങളിലും കരീബിയൻ ദ്വീപായ ട്രിനിഡാഡ്, പസഫിക് ദ്വീപായ കെയ്ബ എന്നിവിടങ്ങളിലും ഇതിൻ്റെ പരിധി വ്യാപിച്ചിരിക്കുന്നു. ഹോണ്ടുറാസിൻ്റെ ദേശീയ പക്ഷിയാണിത്. നീല, പച്ച, ചുവപ്പ്, സ്കാർലറ്റ്, മഞ്ഞ എന്നിങ്ങനെ വിവിധ വർണ്ണങ്ങളിൽ ഇത് ആകർഷണീയമായി കാണപ്പെടുന്നു. അടുത്തതായി നമ്മളെത്തിയിരിക്കുന്ന ഇരപിടിയന്മാരായ ചില മാംസബുക്കുകളുടെ അടുത്തേക്കാണ്. ഇവിടെ ഇതാ പുലികളുണ്ട്, കടുവകളുണ്ട്, സിംഹങ്ങളുണ്ട്, നമുക്ക് കാണാം. ഇതാ ഇപ്പോൾ നാം കാണുന്നത് ഒരു ജാഗ്വാറിനെയാണ്. മാർജാര കുടുംബത്തിലെ വലിയ പൂച്ചകളിലെ ഒന്നാണ് ജാഗ്വാർ. ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ മാർജാരനാണ് ജാഗ്വാർ. അമേരിക്കൻ ഐക്യനാടുകളുടെ തെക്കൻ ഭാഗങ്ങളിലും മെക്സിക്കോ, പരാഗ്വേ, വടക്കൻ അർജന്റീന എന്നിവിടങ്ങളിലും ജാഗ്വാർ കാണപ്പെടുന്നു. ജാഗ്വാർ കാഴ്ചയിൽ പുള്ളിപ്പുലിയേക്കാൾ വലുതും കടുവയുടെ സ്വഭാവ സവിശേഷതകൾ പുലർത്തുകയും ചെയ്യുന്ന ജീവിയാണ്. ഇതാ ഇവിടെ ഒരു വെള്ളക്കടുവ. ബംഗാൾ കടുവയുടെ ഒരു റിസസീവ് മ്യൂട്ടന്റ് വകഭേദമാണ് വെള്ളക്കടുവ. മുൻ നാട്ടുരാജ്യമായ റേവയിലെയും ആസാം, ബംഗാൾ, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലെയും വനങ്ങളിലാണ് ഇവയെ കണ്ടു തുടങ്ങിയത്. ബംഗാൾ കടുവകൾ തമ്മിൽ ഇണചേരുമ്പോൾ ഒരു വെള്ളക്കടുവ ഉണ്ടാവാൻ 15,000-ൽ ഒരു സാധ്യതയാണുള്ളതെന്ന് കണക്കാക്കപ്പെടുന്നു. ഇതാ മറ്റൊരു വെള്ളക്കടുവ. ഇതിൻ്റെ എതിർഭാഗത്ത് നിൽക്കുന്നത് സാക്ഷാൽ ഒരു ബംഗാൾ കടുവയാണ്. നമ്മുടെ ദേശീയ മൃഗമായ കടുവയെപ്പറ്റി ഇത്തിരി വിശേഷങ്ങൾ കേൾക്കാം. മാംസബുക്കുകളായ മാർജാര കുടുംബത്തിലെ വലിയ പൂച്ചകളിലെ ഏറ്റവും വലിയ ജീവിയാണ് കടുവ. ഏഷ്യൻ വൻകരയിലാണ് കടുവകളെ കണ്ടുവരുന്നത്. ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവയുടെ ഉപവംശമായ ബംഗാൾ കടുവയാണ്. കടുങ്കവിട്ട് നിറത്തിലുള്ള ശരീരത്തിനു കുറുകെയുള്ള കറുത്ത വരകൾ കടുവകളെ കണ്ടാൽ ഇതര ജന്തുക്കളിൽ നിന്നും പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നു. പക്ഷേ വനങ്ങളിലെ നിറങ്ങൾക്കനുസൃതമായ തരത്തിൽ കടുവയെ സ്വയം ഒളിപ്പിച്ചു നിർത്തുവാനും അവയുടെ നിറം ഉപകരിക്കുന്നു. ഇരകളെയും മറ്റും ദീർഘനേരം ഇമവെട്ടാതെ നോക്കിയിരിക്കാനും ഇവക്ക് കഴിയും. കടുവകൾക്ക് ശേഷം നാം എത്തിയിരിക്കുന്നത് സാക്ഷാൽ വനരാജാവായ സിംഹത്തിന്റെ മടയിലേക്കാണ്. സസ്തനികളിലെ ഫെലിഡെ കുടുംബത്തിലെ പാന്തറ ജനസിൽ ഉൾപ്പെട്ട ഒരു വന്യജീവിയാണ് സിംഹം. വലിയ പൂച്ചകൾ എന്നറിയപ്പെടുന്ന 4 ജീവികളിൽ ഒന്നാണ് സിംഹം. 272 കിലോഗ്രാം വരെ ഭാരം വയ്ക്കുന്ന സിംഹങ്ങൾ മാർജാര വർഗത്തിലെ രണ്ടാമത്തെ വലിയ ജീവിയാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലും ഏഷ്യയിലുമാണ് ഇപ്പോൾ സിംഹങ്ങൾ അധിവസിക്കുന്നത്. അടുത്തതായി നമ്മൾ കാണുന്നത് ഗൊറില്ലകളെയാണ്. പ്രൈമേറ്റ് ഗോത്രത്തിലുള്ള മധ്യ ആഫ്രിക്കയിൽ കണ്ടുവരുന്ന ഒരു ജന്തുവാണ് ഗൊറില്ല. ഇവ പൊതുവെ സസ്യബുക്കുകളാണ്. കുരങ്ങുകളിൽ ഏറ്റവും വലുതും മനുഷ്യനുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളവയാണ് ഗൊറില്ലകൾ. ഗൊറില്ലകളിൽ 2 ഇനങ്ങൾ ഗൊറില്ലയും ബെറിംഗയും വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളാണ്. കണ്ടാമൃഗങ്ങളുടെ അടുത്താണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് 2 കണ്ടാമൃഗങ്ങളെ കാണാം. ഓരോ കാലിലും വിരലുകൾ പോലെ തോന്നാവുന്ന 3 കുളമ്പുകളുള്ള ഒരു സസ്തനിയാണ് കാണ്ടാമൃഗം. ഒറ്റയൊക്കെ കുളമ്പുകളുള്ള കുതിര, ടാബിൻ തുടങ്ങിയവയുടെ കൂട്ടത്തിലാണ് ഇവയും പെടുന്നത്. കാണ്ടാമൃഗങ്ങളെയെല്ലാം തന്നെ റൈനോസിഡോട്ടിഡെ എന്ന കുടുംബത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ കുടുംബത്തിൽ 5 ഉപജാതികളുണ്ട്. ഇതിൽ 2 എണ്ണം ആഫ്രിക്കയിലും ബാക്കിയുള്ളവ ഏഷ്യയിലും കാണപ്പെടുന്നു. വളരെ വലിപ്പമുള്ള ശരീരമാണ് ഈ ജീവികളുടെ സവിശേഷത. സാധാരണയായി കാണ്ടാമൃഗങ്ങളുടെ ശരീരഭാരം 1 ടണ്ണിലും കൂടുതലാണ്. സംരക്ഷിത കവചം പോലെ പ്രവർത്തിക്കുന്ന കട്ടിയുള്ള ത്വക്ക് സസ്യഭോജികളായ ഇവയുടെ ശരീരത്തെ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്നിരുന്നാലും ത്വക്ക് വളരെ സംവേദനക്ഷമതയുള്ളതാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് സ്ലോത്ത് ബിയറുകളാണ്. മലയാളത്തിൽ പറഞ്ഞാൽ തേവാങ്ക് കരടികൾ. കുട്ടി തേവാങ്കുകളെപ്പോലെ കുഴിമടിയന്മാരോ വളരെ പതുക്കെയുള്ളവരോ ആയതുകൊണ്ടായിരിക്കാം ഈ പേര് ലഭിച്ചിരിക്കുന്നത്. നമ്മളിത് ഇപ്പോഴെത്തിയിരിക്കുന്ന ചെന്നായ്ക്കളുടെ അടുത്താണ്. എപ്പോഴും വളരെ സജീവമായിരിക്കും ഇവ. നായകളുടെ വർഗത്തിൽപ്പെട്ട വന്യജീവിയാണ് ചെന്നായ.
ലോകത്തിലെ വടക്കൻ പ്രദേശങ്ങളിലെ മിക്ക വനങ്ങളിലും ഇവ കാണപ്പെടുന്നു. ഇവ കൂട്ടമായി ജീവിക്കുന്ന സസ്തനിയാണ്. ഇന്ത്യൻ ചെന്നായ എന്ന വർഗമാണ് ഭാരതത്തിൽ കാണപ്പെടുന്നത്. ഒരു കാലത്ത് ഇന്ത്യയിൽ എങ്ങും ഉണ്ടായിരുന്ന ചെന്നായകൾ ഇന്ന് ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, കർണാടകം, വടക്കൻ കേരളം, ആന്ധ്ര സംസ്ഥാനങ്ങളിലെ ചില വനപ്രദേശങ്ങളിലേക്ക് മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. നമ്മളിത് മാൻകൂട്ടങ്ങളിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വിവിധ ഇനങ്ങളിലുള്ള മാൻകൂട്ടങ്ങളെ നമുക്കിവിടെ കാണാം. സെർവിഡായ കുടുംബത്തിൽപ്പെടുന്ന ഒരു സസ്തനിയാണ് മാൻ. ആർഡിയോഡാറ്റയിലെ നിരയിൽപ്പെടുന്നതും അതുമായി ബന്ധപ്പെട്ട കുടുംബത്തിലെയും മറ്റു ചില മൃഗങ്ങളെയും മാൻ എന്ന് വിളിക്കാറുണ്ട്. ഇന്ത്യയിൽ 8 തരം മാനുകളാണ് ഉള്ളത്. കേരളത്തിൽ കലമാൻ, പുള്ളിമാൻ, കേഴമാൻ എന്നിവയെ കേരളത്തിൽ കാണുന്നു. കലമാൻ ഇതിനെ മലമാൻ എന്നും നാവ് എന്നും പറയാറുണ്ട്. ഇംഗ്ലീഷിൽ സംബാർ എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയിൽ കാണുന്ന ഏറ്റവും വലിയ മാനിനം ഇതാണ്. അരണ്ട തവിട്ട് നിറത്തിൽ കാണുന്ന ഇതിന് നീണ്ട കാലുകളും ചെറിയ വാലുമാണ്. ആണിന് മാത്രമേ കൊമ്പുള്ളൂ. പുള്ളിമാൻ ചെമ്പ് നിറത്തിൽ കാണുന്ന ഈ മാനിന് ശരീരത്തിൽ വെളുത്ത പുള്ളികൾ കാണാം. കേഴമാൻ തവിട്ട് നിറം. ആൺമാനുകളിൽ 2 കവരങ്ങളുള്ള കൊമ്പുണ്ട്. പൂരമാൻ ഇതിനെ കൂരൻ എന്നും കൂരൻ പന്നി എന്നും പേരുണ്ട്. കസ്തൂരിമാൻ കസ്തൂരിമാൻ മാനിന്റെ വർഗത്തിൽപ്പെട്ടവയല്ല. മാനുകളെയും പിന്നിട്ട് നമ്മളെത്തിയിരിക്കുന്നു. നോക്കുക, സീബ്രകൾ, വരയൻ കുതിരകൾ. കുതിരയോട് സാദൃശ്യമുള്ള ശരീരത്തിൽ വരയും കുറിയുമായി കാണാവുന്ന ജീവിയാണ് വരയൻ കുതിര അഥവാ സീബ്ര. ആഫ്രിക്കയിലെ സവേന പുൽപ്പരപ്പുകളാണ് ഇവയുടെ ജന്മദേശം. കറുപ്പും വെളുപ്പും ഇടകലർന്ന വരകളാണ് ഇവകുള്ളത്. ചുറ്റുപാടിനിണങ്ങാത്ത വരകൾ ശത്രുക്കളെ ഭയപ്പെടുത്താനും സ്വന്തം വർഗത്തിൽപ്പെട്ടവരെ കണ്ടെത്താനും ഉപകരിക്കുന്നു. വിശ്രമത്തിനും കുട്ടികൾക്ക് വിനോദത്തിനുമൊക്കെ പറ്റിയ ഒരു ഓപ്പൺ സ്പേസിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നോക്കുക, വളരെ മനോഹരമായി ഒരുക്കിയിരിക്കുന്നു. ഇവിടെ താഴേക്ക് നോക്കുക, ഒരു ജോഡി ആൾക്കുരങ്ങുകൾ ഇവിടെ നടന്നു പോകുന്നത് കാണാം. ബാബൂൺ വിഭാഗത്തിൽപ്പെട്ട കുരങ്ങുകളുടെ അടുത്താണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. സെർക്കോപിതസിഡേ കുടുംബത്തിലെ പഴയ ലോക കുരങ്ങുകളുടെ 23 ജനുസുകളിൽ ഒന്നായ പാപ്പിയോ ജനുസിൽ ഉൾപ്പെടുന്ന പ്രൈമേറ്റുകളാണ് ബാബൂണുകൾ. 6 ഇനം ബാബൂണുകളുണ്ട്. ഹമാഡ്രിയാസ ബാബൂൺ, ഗിനിയ ബാബൂൺ, ഒലിവ് ബാബൂൺ, മഞ്ഞ ബാബൂൺ, കിൻഡ ബാബൂൺ, ചാക്മ ബാബൂൺ. ഓരോ ഇനവും ആഫ്രിക്കയിലെ 6 പ്രദേശങ്ങളിൽ ഒന്നിൽ നിന്നുള്ളതാണ്. കൂടാതെ ഹമാഡ്രിയാസ ബാബൂണും അറേബ്യൻ ഉപദ്വീപിന്റെ ഒരു ഭാഗത്തു നിന്നുള്ളതാണ്. ബാബൂണുകൾ ഏറ്റവും വലിയ നോൺ ഹോമിനോയിഡ് പ്രൈമേറ്റുകളിൽ ഒന്നാണ്. കുറഞ്ഞത് 2 ദശലക്ഷം വർഷമായി ഇവ നിലനിൽക്കുന്നു. ബാബൂണുകളുടെ വലിപ്പത്തിലും ഭാരത്തിലും സ്പീഷീസുകൾക്കനുസരിച്ച് വ്യത്യാസമുണ്ട്. ഏറ്റവും ചെറുതായ കിൻഡ ബാബൂണിന് 50 സെന്റിമീറ്റർ നീളവും 14 കിലോഗ്രാം ഭാരവും മാത്രമേ ഉള്ളൂ. അതേസമയം ഏറ്റവും വലുതായ ചാക്മ ബാബൂണിന് 120 സെന്റിമീറ്റർ വരെ നീളവും 40 കിലോഗ്രാം ഭാരവുമുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ മൃഗങ്ങളാണ് ഹൈന അല്ലെങ്കിൽ കഴുതപ്പുലി. ഹയാനിഡെ എന്ന ജന്തു കുടുംബത്തിൽ ഉൾപ്പെടുന്ന ജീവികളുടെ സാമാന്യ നാമമാണ് കഴുതപ്പുലി. മുഖ്യമായും ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും പരിസ്ഥിതി വ്യൂഹങ്ങളിലും ഭക്ഷ്യശൃംഖലകളിലും അനുപമവും അതിപ്രാധാന്യവുമുള്ള ഒരു പങ്കുവഹിക്കുന്ന ജന്തു സമൂഹമാണ് കഴുതപ്പുലികളുടേത്. കാർണിവോറ എന്ന നിരയിലെ 4ാമത്തെ ചെറിയ കുടുംബമാണ് ഇവയുടേത്. വംശീയമായി മാർജാരന്മാരോടും വിരിവുകളോടും അടുത്തു നിൽക്കുന്നുവെങ്കിലും ഇര തേടുന്ന വിധം, സാമൂഹ്യക്രമം തുടങ്ങിയ കാര്യങ്ങളിൽ നായവർഗത്തോടാണ് ഇവയ്ക്ക് സാമീപ്യം. ഇരകളെ ആക്രമിക്കാൻ നഖങ്ങൾക്കു പകരം പല്ല് ഉപയോഗിക്കുക, പതുങ്ങി നിന്ന് കുതിച്ചുചാടി ആക്രമിക്കുന്നതിനു പകരം തെരഞ്ഞു പിടിച്ചും ചുറ്റുവളഞ്ഞും ഓടിപ്പിച്ചു കീഴ്പ്പെടുത്തി ഇരകളെ ആക്രമിക്കുക, ഭക്ഷണം അതിവേഗത്തിൽ അകത്താക്കുക തുടങ്ങിയവയാണ് ഇവയെ ശ്വാനവർഗത്തോട് അടുപ്പിക്കുന്നത്. കരയിലെ ഏറ്റവും വലിയ ജീവിയും നമ്മുടെ സംസ്ഥാന മൃഗവുമായ ആനയുടെ അടുത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. റോബോസിഡിയ എന്ന സസ്തനി കുടുംബത്തിൽ ഉൾപ്പെടുന്ന ജീവിയാണ് ആന. ഈ ജന്തു വിഭാഗത്തിൽ ഇന്ന് വംശനാശം നേരിടാതെ ഭൂമിയിൽ അവശേഷിക്കുന്ന ഏകജീവിയാണിത്. കേരളത്തിന്റെയും ഇന്ത്യയുടെയും സാംസ്കാരിക മണ്ഡലത്തിൽ ആനകൾക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. ആനയെ ഇന്ത്യയുടെ പൈതൃക മൃഗമായി 2010 ഒക്ടോബർ 22-ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. നമ്മളിത് കാട്ടുപോത്തുകളുടെ അടുത്താണ് എത്തിയിരിക്കുന്നത്. പോത്തുകളെക്കാൾ കുറെ ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ളവയാണിവ. ദക്ഷിണേഷ്യയിലും തെക്കുകിഴക്കൻ ഏഷ്യയിലും കാണപ്പെടുന്ന വന്യജീവിയാണ് കാട്ടുപോത്ത് അഥവാ കാട്ടി. കേരളത്തിലെ വനങ്ങളിലും ഇവയുണ്ട്. പശു കുടുംബത്തിലെ ഏറ്റവും വലിയ ജീവിയാണ് കാട്ടുപോത്ത്. ഗോവ, ബീഹാർ സംസ്ഥാനങ്ങളിൽ ഇവ കാണപ്പെടുന്നു. അർദ്ധചന്ദ്രാകൃതിയുള്ള കൊമ്പുകളുള്ള ഇവ കേരളത്തിൽ പറമ്പിക്കുളം വനങ്ങളിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. വലിയ തലയും കനത്ത മാംസപേശികളും ഇവയ്ക്കുണ്ട്. ആൺവർഗം കറുത്തതും കുഞ്ഞുങ്ങളും പെൺവർഗവും കാപ്പി നിറത്തോടു കൂടിയതുമാണ്. 1300 കിലോ വരെ തൂക്കവും 2 മീറ്റർ വരെ ഉയരവും ഇവയ്ക്കുണ്ടാകും. ഈ വർഗത്തിന്റെ 3 തലമുറകളിലായി 70% എണ്ണത്തിൽ കുറവ് വന്നു. ഫ്രാൻസിസ് കുടുംബത്തിൽപ്പെട്ട വിവിധ അംഗങ്ങളുടെ ബാഹ്യചർമ്മങ്ങളുടെ മാതൃകയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ദൂരെ കാണുന്ന ആ മൃഗങ്ങളാണ് ലീമറുകൾ. ലീമറുടെ ക്ലോസപ്പ് ഇൻസെറ്റിൽ കൊടുത്തിട്ടുണ്ട്. മനോഹരമായ കറുപ്പും വെളുപ്പും വളയങ്ങളുള്ള നീളമുള്ള വാലുകൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ലീമറാണ് റിംഗ് ടൈഡ് ലീമർ.
മിക്ക ലീമറുകളെയും പോലെ ഈ ലീമറും മഡഗാസ്കർ ദ്വീപിലാണ് ഇവ പൊതുവെ കാണപ്പെടുന്നത്. രാജ്യത്തിന്റെ ദേശീയ മൃഗവുമാണ്. സസ്യമാംസാഹാരങ്ങൾ ഭക്ഷിക്കുന്ന റിംഗ് ടെയിൽഡ് ലീമർ പകൽ മാത്രമേ സജീവമായി ഇറങ്ങി നടക്കാറുള്ളൂ. ഈ ആൾക്കുരങ്ങാണ് ചിമ്പാൻസി. മനുഷ്യൻ കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിയുള്ള മൃഗമായി ചിമ്പാൻസിയെ കണക്കാക്കപ്പെടുന്നു. ആശയവിനിമയം നടത്താനുള്ള കഴിവ് മറ്റു മൃഗങ്ങളെ അപേക്ഷിച്ച് വളരെ വലുതാണ്. വിവിധ തരത്തിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാനും ആംഗ്യങ്ങൾ കഴിക്കാനുമുള്ള കഴിവ് ഈ കുരങ്ങിനുണ്ട്. ഇതാ ഇവിടെ ഒരു കാട്ടുപൂച്ചയെ കാണാം. നാട്ടുപൂച്ചയേക്കാൾ ഇത്തിരി വലിപ്പവും അതുപോലെ കുറച്ച് ആക്രമണ സ്വഭാവവും ഉള്ളവനാണ് ഇവൻ. ഇവരാണ് മീർക്യാറ്റുകൾ. കീരിയുടെ വർഗത്തിൽപ്പെട്ട ഒരു ചെറിയ സസ്തനിയാണ് മീർക്കാറ്റ്. മരുഭൂമികളിലും വനാന്തരങ്ങളിലും മീർക്കാറ്റിനെ കാണാം. 12 മുതൽ 14 വർഷം വരെയാണ് ഇവയുടെ ശരാശരി ആയുസ്. ഇരുകാലുകളിൽ നന്നായി നിവർന്നു നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഈ ചെറുജീവി ഒരു മാംസമുക്കാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം മുട്ടയാണ്. പക്ഷികളുടെയും മറ്റും മുട്ട വളരെ വിദഗ്ധമായിട്ടാണ് ഇവ തട്ടിയെടുക്കുന്നത്. മറ്റു ചെറുജീവികൾ, പാമ്പ് തുടങ്ങിയവയെയും ഇവ ഭക്ഷിക്കും. കൂട്ടം കൂടി നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഈ ജീവികൾ. ഇവയുടെ വിപുലമായ ഒരു ശേഖരം ലണ്ടൻ കാഴ്ച ബംഗ്ലാവിലുണ്ട്. പാമ്പുകളുടെ മാളങ്ങളിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ആദ്യമായി കാണുന്നത് ട്രിങ്കറ്റ് എന്ന ഇനം പാമ്പാണ്. അടുത്ത് നോക്കുക, ഫ്ലൈയിങ് സ്നേക്ക് എന്നറിയപ്പെടുന്ന പാമ്പാണ് അടുത്തത്. കാലുകളില്ലാത്ത ഇഴഞ്ഞു നടക്കുന്ന ഉരകവർഗത്തിൽപ്പെട്ട ജീവികളാണ് പാമ്പുകൾ എന്ന് നമുക്കറിയാം. തുടർന്ന് കാണാം കോമൺ ക്രൈറ്റുകളെ. പാമ്പുകളിൽ തന്നെ വിഷമുള്ളവയും വിഷമില്ലാത്തവയുമുണ്ട്. മിക്കവാറും പാമ്പുകൾക്ക് വിഷമില്ല, എന്നാൽ ഉഗ്ര വിഷമുള്ള പാമ്പുകളുമുണ്ട്. ഇതാണ് നമ്മൾ പച്ചിലപ്പാമ്പ് എന്ന് വിളിക്കുന്ന ഗ്രീൻ വൈൻ സ്നേക്ക്. വിഷമില്ലാത്ത ഒരു പാമ്പാണിത്. അടുത്തത് ട്രീ സ്നേക്കാണ് നമ്മൾ കാണുന്നത്. ഇതിനും വലിയ വിഷമമൊന്നുമില്ല. വലിയ പെരുമ്പാമ്പുകളാണ് ഇവ. ഏറ്റവും വലിയ പാമ്പുകളിൽപ്പെടുന്ന വിഭാഗമാണ് പെരുമ്പാമ്പുകൾ അഥവാ പൈത്തൺസ്. ഇവയ്ക്ക് വിഷമൊന്നുമില്ലെങ്കിലും സാമാന്യവും വലിപ്പമുള്ള ജീവികളെയൊക്കെ ചുറ്റിവരിഞ്ഞ് ശ്വാസം മുട്ടിച്ച് വിഴുങ്ങാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. സാധാരണയായി വനങ്ങളിലും മലമ്പ്രദേശങ്ങളിലുമാണ് ഇവയെ കാണപ്പെടുക. സാൻബോയ എന്ന പേരിൽ അറിയപ്പെടുന്ന പാമ്പാണ് ഇത്. അടുത്തതായി നമ്മൾ കാണുന്നത് മൂർഖൻ അല്ലെങ്കിൽ സ്പെക്ടാക്യുലർ കോബ്ര. പത്തി വിടർത്തുമ്പോൾ പത്തിയിലൊരു കണ്ണട പോലുള്ള അടയാളം വരുന്നത് കൊണ്ടാണ് ഈ പേര് വരുന്നത്. കരയിൽ ജീവിക്കുന്നവയിൽ ഏറ്റവും അപകടകാരിയായ പാമ്പുകളാണ് മൂർഖൻ. ഏഷ്യൻ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് ഇവയെ കണ്ടുവരുന്നത്. മൂർഖൻ വിവിധയിനം ഉഗ്രവിഷമുള്ള പാമ്പുകൾ. ഇവയിൽ മിക്കവയും കഴുത്തിലെ വാരിയെല്ലുകൾ വികസിപ്പിച്ച് ഒരു പത്തി രൂപപ്പെടുത്തുന്നു. മറ്റുള്ള പാമ്പുകളെക്കാളും പെട്ടെന്ന് പ്രകോപിതരാകാറുണ്ട്. എല്ലാ മൂർഖൻ വർഗങ്ങളും നജ ജീനസിൽ ഉൾപ്പെടുന്നു. രാജവെമ്പാലയും റിങ്കാലുകളും മൂർഖനുമായി കാഴ്ചയിൽ സാമ്യമുണ്ടെങ്കിലും അവ യഥാർത്ഥ മൂർഖനല്ല, അതിനാൽ ഇവ നജ ജീനസിൽ ഉൾപ്പെടുന്നില്ല. അടുത്ത ഈ പാമ്പാണ് വൂൾഫ് സ്നേക്ക്. അടുത്ത ഈ പാമ്പാണ് അണലി അല്ലെങ്കിൽ റസൽ വൈപ്പർ എന്നറിയപ്പെടുന്ന ഉഗ്രവിഷയമുള്ള മറ്റൊരു പാമ്പ്. വൈപ്പറിന്റെ കുടുംബത്തിലുള്ള വൈപ്പറിനെ എന്ന ഉപകുടുംബത്തിലെ അംഗങ്ങളെയാണ് സാധാരണ അണലികൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ വിഷസർപ്പങ്ങളെ യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ കണ്ടുവരുന്നു. കുഴിമണ്ഡലികളിൽ കാണപ്പെടുന്ന താപസംവേദനത്തിനുള്ള ചെറിയ കുഴി ഇവയുടെ തലയിൽ കാണപ്പെടുന്നില്ല. ഇതാണ് ഇവയെ കുഴിമണ്ഡലികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഈ ഉപകുടുംബത്തിൽ 66 അണലി വർഗങ്ങളുണ്ട്. പൊതുവെ ഉഷ്ണമേഖലയിലും മിതോഷ്മേഖല പ്രദേശങ്ങളിലുമാണ് ഇവയെ കണ്ടുവരുന്നതെങ്കിലും വൈബറ ബിൽസ് എന്ന ഇനത്തെ ആർട്ടിക് പ്രദേശത്തും കാണപ്പെടുന്നു. ഇന്ത്യയിൽ 2 ഇനം അണലികളെയുള്ളൂ. അവ ചേനതണ്ടൻ, ചുരുട്ടമണ്ഡലി എന്നിവയാണ്. ഈ ഉപകുടുംബത്തിലെ ഏറ്റവും ചെറിയ വർഗമായ പിറ്റിസ് ഷനൈഡരി എന്ന ഇനത്തിനു 710 മില്ലിമീറ്ററാണ് ആകെ നീളം. ഈ കൂട്ടത്തിലെ വലിയ സർപ്പങ്ങളായ ഗബൂൺ അണലികൾക്ക് 2 മീറ്ററിൽ അധികം നീളം കാണാം. മിക്ക അണലികളും നിലത്ത് വസിക്കുന്നവയാണ്. അമിതമായ ആക്രമണ സ്വഭാവം, 360 ഡിഗ്രി തിരിഞ്ഞു കൊത്താനുള്ള കഴിവ് എന്നിവ അണലികളുടെ പ്രത്യേകതയാണ്. അണലികളെയും പിന്നിട്ട് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് സാക്ഷാൽ രാജവെമ്പാലയുടെ മാളത്തിലാണ്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ വിഷപ്പാമ്പാണ് രാജവെമ്പാല. ഒഫിയോഫാഗസ് ജനുസിലെ ഏക അംഗമാണ്. സാധാരണയ്ക്ക് മറ്റു പാമ്പുകളാണ് രാജവെമ്പാലയുടെ ആഹാരം. പലപ്പോഴും മറ്റു ഉരകങ്ങളെയും കശേരുകികളെയും കരണ്ടുതീനികളെയും ഭക്ഷിക്കാറുണ്ട്.
വളരെ വിസ്താരമേറിയ ഇടങ്ങളിൽ സഞ്ചരിക്കുന്ന കടുത്ത വിഷമുള്ള രാജവെമ്പാല പ്രകോപനം ഉണ്ടായാൽ അതീവ അപകടകാരിയാണെങ്കിലും സാധാരണ നിലയ്ക്ക് മനുഷ്യരുമായി ഇടയാൻ നിൽക്കാത്തവരാണ്. വിഷപ്പാമ്പുകളടങ്ങുന്ന മറ്റ് നാഗങ്ങളെ ആഹാരമാക്കുന്ന രാജവെമ്പാലയുടെ സ്വഭാവത്തെയാണ് ശാസ്ത്രീയ നാമത്തിലെ ഓഫ്യോഫിബസ് എന്ന പദം സൂചിപ്പിക്കുന്നത്. രാജവെമ്പാലയുടെ ആംഗലേയ നാമമായ കിങ് കോബ്ര എന്ന പേരിൽ നിന്നും പ്രസ്തുത ഉരകം മൂർഖൻ പാമ്പുകളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ വർഗമാണെന്ന ധാരണ പൊതുവായിട്ടുണ്ട്. നജ കുടുംബത്തിൽപ്പെടുന്ന പാമ്പുകളെ പോലെ പത്തി വിടർത്തുവാൻ കഴിയുമെന്നതൊഴിച്ചാൽ മൂർഖനുമായി മറ്റ് സാമ്യങ്ങൾ രാജവെമ്പാലയ്ക്കില്ല. ഇന്ത്യയിലെയും ശ്രീലങ്കയിലെയും മ്യാൻമറിലെയും നാടോടിക്കഥകളിലും പുരാണങ്ങളിലും ഇവയ്ക്ക് പ്രമുഖ സ്ഥാനമുണ്ട്. ഇന്ത്യയുടെ ദേശീയ ഉരകമായ രാജവെമ്പാല ആവാസ വ്യവസ്ഥയുടെ നാശത്താൽ 2010 മുതൽ IUCN റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൂർണ്ണ വളർച്ചയെത്തിയ രാജവെമ്പാലയ്ക്ക് 19 അടിയോളം നീളം വന്നേക്കും. സാധാരണയായി പ്രായപൂർത്തിയായ രാജവെമ്പാലയ്ക്ക് ശരാശരി 13 അടിയോളം നീളവും 6 കിലോഗ്രാം വരെ ഭാരവും കാണപ്പെടുന്നു. ഇതാണ് സാധാരണ നാട്ടിൽ കാണപ്പെടുന്ന ചേര അല്ലെങ്കിൽ റാറ്റ് സ്നേക്ക്. കർഷകന്റെ സുഹൃത്ത് എന്നറിയപ്പെടുന്നു ഇവയെ. അടുത്തായി പാമ്പുകളിലെ ഭീമനായ ഗ്രീൻ അനാക്കോണ്ട. ഏറ്റവും വലിയ പാമ്പുകളിൽ ഒരിനമാണ് അനക്കോണ്ട. ശാസ്ത്രനാമം യൂനെക്ടിസ് മൂരിനസ്. ഇവയുടെ വലിപ്പത്തെപ്പറ്റി അതിശയോക്തി കലർന്ന ചില വിവരണങ്ങളുണ്ടെങ്കിലും 8 മീറ്ററിൽ കൂടുതൽ വലിപ്പമുള്ളവ വിരളമാണ്. ബ്രസീൽ, പെറു, ഗയാന എന്നിവിടങ്ങളിലെ ചതുപ്പ് നിലങ്ങളിലും വനങ്ങളിലും ഇവയെ കണ്ടുവരുന്നു. അനക്കോണ്ടയ്ക്ക് പൊതുവെ പച്ചകലർന്ന തവിട്ട് നിറമാണുള്ളത്. പുറത്ത് 2 വരിയായി അണ്ഡാകൃതിയിലുള്ള കറുത്ത പാടുകളും വശങ്ങളിൽ വെളുത്ത പുള്ളികളും കാണാം. പാമ്പ് വർഗങ്ങളിൽ നിന്ന് അടുത്തതായി നാം എത്തുന്നത് മുതലകളിലേക്കാണ്. ഉരകവർഗത്തിൽപ്പെടുന്ന ശീതരക്തമുള്ള ഒരു ജീവിയാണ് മുതല. വെള്ളത്തിലോ വെള്ളത്തിനു സമീപമോ ജീവിക്കുന്ന ഇവ കരയിലാണ് മുട്ടയിടുന്നത്. ശൽക്കങ്ങളാൽ പൊതിയപ്പെട്ടിരിക്കുന്ന ഇവയുടെ ശരീരത്തിന്റെ താപനില അന്തരീക്ഷ താപനിലക്കനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. മുതലയുടെ ശൽക്കങ്ങൾ വളരെ കടുപ്പമുള്ളവയാണ്. നദികളിലും ജലാശയങ്ങളിലും തോടുകൾക്കടുത്തുള്ള കുളങ്ങളിലും കാണപ്പെടുന്നു. ഇതാ ഇവിടെ ഒരു കറുത്ത അരയിനത്തെ കാണാം. വളരെ സുന്ദരമായ പക്ഷികളാണ് അരയന്നങ്ങൾ. ആമകളെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ശുദ്ധജല ആമകളാണ് ഇവ. ഏറ്റവും വലിയ പക്ഷിയായ ഒട്ടകപ്പക്ഷിയുടെ അടുത്താണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. പൂർണ്ണ വളർച്ചയെത്തിയ ഒട്ടകപ്പക്ഷിക്ക് 2 മീറ്ററിലേറെ ഉയരവും 93 മുതൽ 130 കിലോഗ്രാമിലേറെ ഭാരവും ഉണ്ടാകും. ഇവയുടെ 2 വിരലുകൾ മാത്രമുള്ള കാലിൽ രോമങ്ങൾ ഉണ്ടാകാറില്ല. മണിക്കൂറിൽ 70 കിലോമീറ്റർ വരെ വേഗത്തിൽ ഒട്ടകപ്പക്ഷിക്ക് ഓടാൻ കഴിയും. എന്നാൽ ചിറകുകളുണ്ടെങ്കിൽ കൂടിയും പറക്കുവാനുള്ള കഴിവില്ല. റാറ്റേറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ഒട്ടകപ്പക്ഷി, എമു, പ്രിയ, കിവി തുടങ്ങിയ പക്ഷികൾക്കൊന്നും പറക്കാൻ കഴിയില്ല. ഒട്ടകപ്പക്ഷിക്ക് ദൂരക്കാഴ്ച അപാരമാണ്. ഒട്ടകപ്പക്ഷികളുടെ ശരാശരി ആയുസ് 75 വർഷമാണ്. ഏറ്റവും വലിയ മുട്ട ഒട്ടകപക്ഷിയുടേതാണ്. അടുത്ത ഈ പക്ഷിയെ നോക്കുക. ഇതാണ് ഏറ്റവും വലിയ രണ്ടാമത്തെ പക്ഷി എമു. നമ്മളെത്തിയിരിക്കുന്നത് ഏറ്റവും ഉയരമുള്ള ജീവിയായ ജിറാഫിന്റെ അടുത്താണ്. ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഇരട്ട കുളമ്പുള്ള ഒരു സസ്തനിയാണ് ജിറാഫ്. ജന്തുവർഗങ്ങളിൽ ഏറ്റവും ഉയരമുള്ളതും അയവിറക്കുന്ന ജീവികളിൽ ഏറ്റവും വലുതും ജിറാഫാണ്. ആണിന് 4.8 മുതൽ 5.5 മീറ്റർ വരെ ഉയരവും 1700 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടാകും. ആണിനേക്കാൾ ഉയരവും ഭാരവും അല്പം കുറവായിരിക്കും പെണ്ണിന്. കെനിയയിൽ നിന്നും 1934 പിടിക്കപ്പെട്ട 5.87 മീറ്റർ ഉയരവും ഏകദേശം 2000 കിലോ ഭാരവുമുള്ള ജിറാഫാണ് ഇതേവരെ കണ്ടെത്തിയവയിൽ ഏറ്റവും വലിപ്പമേറിയത്. ജിറാഫിന്റെ വേഗത മണിക്കൂറിൽ 35 മുതൽ 60 വരെ കിലോമീറ്ററാണ്. മൃഗശാലയിലെ അവസാനത്തെ ഇനമായ ജിറാഫുകളെയും കണ്ട് നമ്മളിതാ ഇവിടെ നിന്ന് പടിയിറങ്ങുകയായി. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഒരു പരിപാടിയുമായി കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇപ്പോൾ വിടാം.